നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അതല്ലാത്ത എന്ത് ക്ലിപ്പുകളോ എന്ത് ഉദാഹരണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടുവരാൻ, പുറത്തുവിടാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ പെർമിഷനും തരുന്നു എന്ന് ആധികാരികമായി ഞാൻ പറയുകയാണ്. നിങ്ങൾ പേടിപ്പിക്കുകയാണോ? പേടിപ്പിക്കൽ നടക്കൂല. നമുക്ക് ഈ ആദർശ പാഠശാലയുമായി ആദർശത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി പഠിപ്പിച്ചു കൊടുത്ത് രാജ്യത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരായി യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മുടെ പ്രവർത്തകരെയും ഒപ്പം മറ്റുള്ളവരും പരിവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഒരു തീകോളത്തിൻ്റെ മീതെയാണ് ഇന്ത്യയിൽ നമ്മൾ നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ. അതൊക്കെ ശരിയാണ്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നിലവിലുള്ള ദൈന്യമായ സ്ഥിതി അറിയാത്ത ഒരാളും ഇവിടെയില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സുന്നികൾ ആദർശം ഉറക്കെ പറയരുത്, ഒരു വിഭാഗത്തിനെയും ആദർശ ശൂന്യത ചൂണ്ടിക്കാണിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാനപരമായ ക്വാളിറ്റി യഥാർത്ഥ ആദർശമുള്ളവരായിരിക്കണം, അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം, വേണ്ടത് പറയണം എന്നതാണ്. മുസ്ലിം സമൂഹത്തെ ഇതര സമൂഹങ്ങൾ ഒരുമിച്ച് നിന്ന് കാർന്നു നിന്നൊരു സാഹചര്യം, ഒരു ഭക്ഷണത്തിലേക്ക് മുമ്പിൽ വെച്ച് 4 ഭാഗത്തു നിന്നും ചുറ്റുഭാഗത്തു നിന്നും ഇരുന്ന് ആളുകൾ ഭക്ഷണം ഭാഗിച്ചെടുത്ത് കഴിക്കുന്ന പോലെ മുസ്ലിം സമുദായമേ നിങ്ങളെ മുമ്പിൽ വെച്ച് ആളുകൾ, നിങ്ങളെ പ്രതിയോഗികൾ തിന്നു തീർക്കുന്നൊരു കാലഘട്ടം വരാനിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഹൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആലു സ്വഹാബത്ത് ചോദിച്ചു, ഒമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദി യാ റസൂലല്ലാഹ്, ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിക്കുക? കാല തങ്ങൾ പറഞ്ഞു, ലാ, ഒരിക്കലുമല്ല, ബൽ അൻതും കസീർ, നിങ്ങൾ എണ്ണത്തിൽ ധാരാളമുണ്ടായിരിക്കും, വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ, പക്ഷെ നിങ്ങൾ മലവെള്ളപ്പാച്ചിലെ ചപ്പ് ചവറുകൾക്ക് സമാനമായിരിക്കും. ആ കാലഘട്ടത്തിൽ ആദർശദാർഢ്യതയില്ലാത്ത ഒരു ദുർബല ജനവിഭാഗമായിരിക്കും നിങ്ങളെന്നാണ് കാരണം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പം ഈ പ്രതിരോധത്തിനുള്ള ഏറ്റവും നല്ല സംവിധാനം നമ്മൾ ഉറച്ച ആദർശവാദികളും ഉറച്ച ദീനി ചിന്തയുള്ള യഥാർത്ഥ ഇസ്ലാമിൻ്റെ വാഹകരുമായി മുന്നോട്ട് പോവുക എന്നതാണ്. ഈ പ്രതിസന്ധി നേരിടാൻ, ഈ ഫാഷിസത്തെ നേരിടാൻ ഒന്നാം നമ്പർ സുന്നത്ത് ജമാഅത്തിൻ്റെ ഭക്തിയുള്ള നമ്മുടെ പൂർവികരുടെ മാർഗത്തിൽ ജീവിച്ചു പോകുന്ന ഒരു തലമുറയാക്കി നമ്മുടെ ആളുകളെ സജ്ജമാക്കുക എന്നതാണ്. അല്ലാതെ മുജാഹിദ പറഞ്ഞാൽ ഫാഷിസം വളരും, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ ഫാഷിസം വളരും, തബ്ലീഗ് ജമാഅത്തിൻ്റെ ആദർശ ശൂന്യത ചൂണ്ടിക്കാണിച്ചാൽ ഫാഷിസം വളരും, അത് മിഥ്യാധാരണയാണ്. അങ്ങനെയുള്ളൊരു പ്രചരണം പോലും സമൂഹത്തിൽ ഏഷിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദർശങ്ങളും നമ്മുടെ നയ നിലപാടുകളും വെട്ടിത്തുറന്ന് പറയുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സമുദായം പിൽക്കാലത്ത് 73 വിഭാഗങ്ങളായി ഛിന്ന ഭിന്നമാകും, അതൊക്കെ നരകത്തിലേക്കാണ്, ഒരൊറ്റ വിഭാഗമൊഴികെ എന്ന് പറഞ്ഞ് വിശദീകരിച്ചു. തുടർന്ന് തങ്ങൾ പറഞ്ഞു, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി, പിൽക്കാലത്ത് എൻ്റെ ഉമ്മത്തിൽ നിന്ന്, എൻ്റെ സമുദായത്തിൽ നിന്ന് പുറത്തു വരും, രംഗത്ത് വരും. ആര് വരും? അഖ്വാമുൻ, ചില ജനവിഭാഗങ്ങൾ, തജാറാ ബിഹിമുൽ അഹ്വാ, തെറ്റായ ചിന്താഗതികൾ, ബിദ്അത്തിന്റെ വിഷബീജങ്ങൾ അവരിലൂടെ സഞ്ചരിക്കും. ബിദ്അത്തിന്റെ വിഷബീജങ്ങൾ അവരുടെ സിരകളിലൂടെ, അവരുടെ ഞരമ്പുകളിലൂടെ പ്രസരിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് തങ്ങൾ പറയുകയാണ്, കമാ യതജാറൽ കലബു ബിസ്വാഹിബിഹി, പേവിഷം, പേപ്പട്ടി കടിച്ചാലുണ്ടാകുന്ന വിഷം, ആ കടി കൊണ്ട ആളുകളുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ പ്രസരിക്കുന്നത് പോലെ. എന്നിട്ട് തങ്ങൾ ഒന്നുകൂടി ഊന്നി പറയുന്നു, ലാ യബ്ഖാ മിൻഹു ഇർഖുൻ വലാ മിഫ്സൽ, പേപ്പട്ടി കടിച്ചാൽ ആ വിഷം അവൻ്റെ ഒരു ഞരമ്പിലൂടെയും പോകാതിരിക്കില്ല, ഒരു സന്ധിയിലും എത്താതിരിക്കില്ല, അത് മാരകമാണ്, ശരീരമാസകലം ബാധിക്കുമെന്ന് കൃത്യമായി അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്. അതുപോലെ ഹദീസിൻ്റെ അർത്ഥം വെച്ച് പറഞ്ഞപ്പോൾ ആ ഹദീസ് കട്ട് ചെയ്ത് ഞാൻ പേപ്പട്ടികളാക്കി മുജാഹിദുകളെ വിശേഷിപ്പിച്ചു എന്ന് ദുരാരോപണം ഉന്നയിച്ചാണ് മറുപടി പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ഹബീബായ തങ്ങൾ വെറുതെ പറയില്ല, ഞാൻ ഹബീബായ തങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ ആ ഹദീസ് ദുർബലമാണെന്ന് പറയണം, അല്ലെങ്കിൽ ഹദീസ് ബിദ്അത്തുകാരെ കുറിച്ചല്ല തങ്ങൾ പറഞ്ഞതെന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ ബിദ്അത്തുകാരല്ലെന്ന് പറയണം. മറിച്ച് ബിദ്അത്തുകാരായിക്കൊണ്ട് 100 കണക്കിന് ബിദ്അത്തുകൾ സമുദായത്തിൽ ഉണ്ടാക്കിയിട്ട് ബിദ്അത്തിന്റെ വാഹകരായി മുന്നോട്ട് പോകുമ്പോൾ അവരെക്കുറിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞ ഹദീസ് കൃത്യമായി ഉദ്ധരിച്ച് അതിനർത്ഥം പറയുമ്പോൾ അതിന് ഇങ്ങനെ ഹാലളകിയിട്ട് കാര്യമില്ല. അത് ഹദീസിൻ്റെ അർത്ഥമാണ്. മാത്രമല്ല തങ്ങൾ ഒരു വാക്കും പറയില്ലല്ലോ, ഒമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സന്ദേശം അനുസരിച്ചാണ് പറയുന്നത്. ആ അള്ളാഹുവിൻ്റെ സന്ദേശം അനുസരിച്ചത് ആയതുകൊണ്ട് വളരെ കറക്റ്റാണ് ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം. ഞാനതാ പറഞ്ഞത്, പേ വിഷ ബാധിച്ചാൽ അയാൾക്ക് മരണമാണ് അവസാനം.
ആളെ രക്ഷപ്പെടുത്താനുള്ള മരുന്ന് ഇന്നും മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ അനുഭവമല്ലേ, ബിദഅത്ത് ഒരാൾക്ക് ബാധിച്ചാൽ ആ ബിദഅത്തിനാൽ തിരിച്ചു വരുന്നില്ല. എങ്ങനെ വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ചാലും എത്രയോ ആളുകൾ എന്നെ സുഹൃത്തുക്കൾ സമീപിച്ചിട്ടുണ്ട്. ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പ്രവർത്തകനാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, പക്ഷേ സെലഫിസം പിടികൂടിയിട്ടുണ്ട്, ഒന്ന് സംശയം ദൂരീകരിച്ചു കൊടുക്കണം. ഒരുപാട് സംസാരിച്ചതോടെ ഞാൻ പറഞ്ഞു, ഫലിക്കൂല, പുതിയ ആളുകൾ പോകാതിരിക്കാൻ നമുക്ക് നോക്കാം. ആരാണ് ബിദഈ പ്രസ്ഥാനത്തിലേക്ക് പോയി തിരിച്ചു വന്നത്? ഇല്ല, അത് അവരിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. പേ വിഷബാധ പോലെയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, പേ വിഷബാധ എന്ന പ്രവാചകത്തിനുള്ള ഉപമ വളരെ കറക്റ്റാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ, അവരുമായി ചങ്ങാത്തം കൂടിയാൽ അത് ഇങ്ങോട്ട് പകരും. കൃത്യമല്ലേ? പുളിക്കൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കോളേജിൽ, അരീക്കോട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കോളേജിൽ, ശാന്തപുരം ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജിൽ ഞാൻ ഉദാഹരണം പറയുകയാണ്. നിങ്ങളൊരു കുട്ടിയെ പഠിക്കാൻ പറഞ്ഞയച്ചു നോക്കി, SSLC കഴിഞ്ഞിട്ട് 1 വർഷം തികയില്ല, നിങ്ങളെ കുട്ടി ബിദഅീകാരനായിരിക്കും. ഒരു സംശയം അവിടെ പെട്ടെന്ന് പകരം. ഇത് ഞാൻ പറയുന്നതല്ല, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ഹദീസ് വെട്ടിമാറ്റി ഞാൻ ഇവരെ പേപ്പട്ടികൾ ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. വല്ലാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി വോയിസുകളും ക്ലിപ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാന പ്രശ്നം, എനിക്ക് മറുപടി ഞാൻ വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാരുടെ തീരുമാനമാണ് പറഞ്ഞത്. അവർ 5 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവരുമായി കൂടിക്കലരാതിരിക്കുക, വളരെ കൃത്യமான തീരുമാനങ്ങൾ. അവരുമായി കൂടിച്ചേരാതിരിക്കുക, അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവരുടെ സലാം മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. നമ്മൾ ഷാഫി മദ്ഹബിൻ്റെ ആളുകളാണ്. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ വളരെ കൃത്യമാണല്ലോ. അവർക്ക് സലാം ചൊല്ലാൻ പറ്റില്ല, കറാഹത്താണ്. അവർ സലാം അടക്കൽ കറാഹത്താണ്. അവരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. നിങ്ങൾ നോക്ക്, ഓരോ മസലകളും അവരുമായി വിവാഹബന്ധം. നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബ് പറയട്ടെ, സുന്നിക്ക് ബിദഅ കുഫുവല്ല, അനുയോജ്യമല്ല. എന്നാൽ ഇതിനർത്ഥം നടത്തിയാൽ സ്വഹീഹാവൂല എന്നല്ല പറയുന്നത്, സ്വഹീഹാകും. ഒരു ബിദഅനെ തുടർന്ന് നിസ്കരിച്ചാൽ കാര്യങ്ങളൊക്കെ ബാക്കി ഓക്കെ ആണെങ്കിൽ സ്വഹീഹാകും. പക്ഷേ കറാഹത്താണ്, നല്ലതല്ല, മാറി നിൽക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. വളരെ കൃത്യമാണല്ലോ ഈ തീരുമാനം. എന്നിട്ട് മുജാഹിദുകളൊക്കെ, സകലമാന മുജാഹിദുകളെ കൊണ്ട്, ജമാഅത്തുകാരെ കൊണ്ട് കല്യാണം കഴിച്ച ആളുകളൊക്കെ ആ വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തു എന്ന് ഇല്ലാത്ത കാര്യം പറയുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ എടുത്ത 5 തീരുമാനങ്ങളും വളരെ ന്യായമാണ്, ന്യായയുക്തമാണ്. ഇതിനെ എതിർക്കാൻ ചോദിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവിടെ മയ്യിത്ത് നിസ്കരിച്ചില്ലേ? പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇതാ മുജാഹിദിൻ്റെ കൂടെ വേദി പങ്കിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അതും ആ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പ്രസംഗം വെട്ടിമാറ്റി വികൃതമാക്കുന്ന ചെയ്തി കൊണ്ടല്ലേ സംഭവിക്കുന്നത്. 40 മിനിറ്റ് മാത്രമുള്ള ആ പ്രസംഗം കേട്ടാൽ ആ പ്രസംഗത്തിന് വളരെ കൃത്യമായി ഞാൻ AP വിഭാഗമാണ് ഈ ആരോപണം ഉന്നയിക്കാറുള്ളത്. ആ ഉന്നയിക്കുന്ന ആരോപണത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ ഒറ്റക്കെട്ടാൻ നിൽക്കണം. സുന്നിക്ക് വേറെ, മുജാഹിദിന് വേറെ, വെവ്വേറെ വോട്ട് രേഖപ്പെടുത്തി വെവ്വേറെ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കൽ പ്രായോഗികമല്ല. അതുകൊണ്ട് പൂർവ്വകാലത്ത് തന്നെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് രാഷ്ട്രീയ രംഗത്ത് ഈ ഒറ്റക്കെട്ടായി നിൽക്കുക. കാരണം അതൊരു പ്രതിബന്ധമാണ്. നമ്മുടെ രാജ്യത്തെ പ്രത്യേക സാഹചര്യമാണ് അവിടെ ഒരുമിക്കുക. അതുപോലെ തന്നെയാണ് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പൊതുവായ പ്രശ്നം വന്നാൽ അവിടെ നമ്മൾ ഒരുമിക്കേണ്ടി വരും. സമസ്ത പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്തപ്പോഴല്ലോ AP-ക്കാർ വേറിട്ട് പോയത്. അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായത് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ ഉപാധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മുസ്ലിം ലീഗിൽ സുന്നി മാത്രമല്ല, മുസ്ലിം ലീഗിൽ സുന്നിയല്ലാത്ത എല്ലാ ബിദഅ കക്ഷികളുമുണ്ട്. അവർക്കൊക്കെ വോട്ടുള്ള എല്ലാ ആളുകളെയും മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ പോലും മുസ്ലിം ലീഗിൽ ചേർക്കും. എന്നിട്ടല്ലേ മുജാഹിദും തബ്ലീഗും ജമാഅത്തും അനുബന്ധ കക്ഷികളും ആ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എടുക്കുന്ന നിലപാട് സമസ്ത സ്വീകരിച്ച നിലപാടാണ്. രാഷ്ട്രീയത്തിൽ പൊതുവെ അവരുമായി ബന്ധപ്പെടേണ്ടി വരും, ഒരുമിച്ച് നിർത്തേണ്ടി വരും. ഒരുമിച്ച് നിർത്തുമ്പോൾ പരസ്പരം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും. അവരൊരുമിച്ച് യോഗത്തിൽ കൂടി ചേരേണ്ടി വരും. അതങ്ങനെ മുജാഹിദാണെങ്കിൽ മുസ്ലിം ലീഗിൽ മുജാഹിദിന് പ്രവർത്തിക്കാം, മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ കൂടെ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന്. അവരുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അവർ ലീഡർഷിപ്പുള്ള പരസ്പരം ആളുകൾ കാണുമ്പോൾ പരസ്പരം ഔപചാരികമായ മര്യാദകൾ പാലിക്കേണ്ടി വരും. ചിലപ്പോൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടി വരും. വളരെ കൃത്യമാണല്ലോ സാഹചര്യ തെളിവുകൾ. 1936 സമസ്ത കേരള ജംഇയ്യത്ത് രൂപീകരിച്ച ഉടനെയുള്ള കാലഘട്ടം. 1937 സമസ്ത രൂപീകരിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമസ്തയുടെ സ്ഥാപകൻ മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ നവ്വറല്ലാഹു മർഖദ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തൻ്റെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത്. പക്ഷേ ഒരു സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളവர்கள் മുല്ലക്കോയ തങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മുൻഗണന കൊടുത്ത് പ്രസിഡന്റാക്കി. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനി പാങ്ങിൽ ഉസ്താദായിരുന്നു. ആ പാങ്ങിൽ ഉസ്താദ് 1937 മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്.
അതേ വർക്കിംഗ് കമ്മിറ്റിയിൽ സമസ്ത ഏതൊരു പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടിയാണോ രൂപീകരിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നായകൻ KM മൗലവി, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, അതേ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ മെമ്പറാണ്. അവരൊരുമിച്ച് പ്രവർത്തിച്ചല്ലോ, അവരൊരുമിച്ച് യോഗത്തിൽ പങ്കെടുത്തല്ലോ, അവരൊരുമിച്ച് പരിപാടികളുമായി മുന്നോട്ട് പോയല്ലോ. കാരണം അത് പ്രത്യേക സാഹചര്യമാണ്, പ്രതിബന്ധമാണ്. അത് അന്ന് തുടക്കം കുറിച്ച ആ സംവിധാനം മുന്നോട്ട് പോയി പിന്നീട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ തുടർന്നു, പാണക്കാട് പൂക്കോയ തങ്ങൾ തുടർന്നു, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടർന്നു, പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പ്രിയങ്കരനായ നായകൻ ഇന്നും ആ നിലപാടാണ് തുടർന്നത്. ഒരു തെറ്റും ചൂണ്ടിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഓരോ ആളുകൾ എണ്ണി പറയുന്നുണ്ട്, മങ്കട അബ്ദുൽ അസീസ് മൗലവി KNM-ന്റെ അധ്യക്ഷനല്ലേ, അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ലേ, അദ്ദേഹത്തിന് പഴവ് പറ്റിയെങ്കിൽ അദ്ദേഹം മുബ്തദിയാണെങ്കിൽ മയ്യിത്ത് നിസ്കരിക്കുമോ എന്ന്. മുബ്തദിന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുള്ള ആ ചർച്ചയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയട്ടെ, മുബ്തദിന് മയ്യിത്ത് നിസ്കരിക്കുന്നത് സ്വഹീഹാകുമെന്ന് മാത്രമല്ല ഫർള് കിഫയാണെന്ന മസ്അല അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, മറ്റ് ഫത്വകൾ അവരെ അകറ്റി നിർത്തണമെന്ന ഫത്വയും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഓരോ മയ്യിത്ത് നിസ്കാരത്തിൻ്റെയും ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മങ്കട അബ്ദുൽ മസീസ് മൗലവി എന്ന് പറയുന്ന KNM-ന്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ മയ്യിത്ത് നിസ്കരിച്ച പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? മങ്കട നമ്മൾ തൊട്ടടുത്താണല്ലോ. മുജാഹിദ് മരിച്ചാൽ ആരാണ് മയ്യിത്ത് നിസ്കരിക്കുക? ഞാനും നിങ്ങൾ കാണുന്നല്ലേ, ഒരു മുജാഹിദ് നിസ്കരിച്ചാൽ എത്ര ബഹുമാന്യരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും കൂട്ടത്തിലുണ്ടെങ്കിലും ഫാത്തിഹ പോലും അറിയാത്ത മകനുണ്ടെങ്കിൽ മകനെ മയ്യിത്ത് നിസ്കരിക്കുക അല്ലേ? നമ്മളൊരു പാട്ട് അവരെ മസലതാണോ മക്കൾ നിസ്കരിക്കണം അവരെ മസല. നമ്മൾ ഫضലിൻ്റെ അഹ്ലുകാർക്ക് മുൻഗണന കൊടുക്കണം എന്നാണ് നമ്മുടെ മസല. മക്കളെ അർഹതയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു തങ്ങൾ പാപ്പാനെ കിട്ടിയാൽ നമ്മൾ കൊണ്ടുപോയി മയ്യിത്ത് നിസ്കരിപ്പിക്കും. ഇവിടെ സാക്ഷാൽ KNM-ന്റെ സംസ്ഥാന അധ്യക്ഷൻ മങ്കട അബ്ദുൽ അസീസ് മൗലവിക്ക് കൃത്യമായി മയ്യിത്ത് നിസ്കാരം പറ്റിയ യോഗ്യരായ ആൺമക്കളുണ്ട്. പക്ഷേ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തതാരാ? നിങ്ങൾ നോക്ക്, മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. എന്തേ കാരണം? മങ്കട അബ്ദുൽ മസീസ് മൗലവി രോഗശൈലിയിൽ കിടക്കുന്ന അവസാന ഘട്ടത്തിൽ വന്നിരായ തങ്ങളവர்கள் അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. തങ്ങളെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അസീസ് മൗലവി പറഞ്ഞു, തങ്ങളെ എനിക്ക് നിങ്ങളുടെ ഒരു വസിയത്തുണ്ട്. ഞാൻ മരിച്ചാൽ തങ്ങൾ വേറൊന്നും നോക്കേണ്ട, തങ്ങളാണ് എൻ്റെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത്, തങ്ങളാണ് എൻ്റെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത്. ആ വസിയത്ത് നടപ്പാക്കാൻ തങ്ങൾ വരുന്നവരെ മയ്യിത്ത് നിസ്കാരം പിന്തിപ്പിച്ചു. മക്കൾ ഇമാമ് നിന്നില്ല, ഉപ്പ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്. തങ്ങളായി ഇമാമത്തുന്നത്. ഇതാർക്കാണ് ഇവിടെ ദൗർബല്യം? സലഫി പ്രസ്ഥാനത്തിൻ്റെ ആശയം തെറ്റാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ വിശ്വാസവും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ നേതാക്കളും യഥാർത്ഥത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആദർശവുമാണ് നാളെ ആഖിറത്തിൽ എനിക്ക് പ്രയോജനപ്പെടുക എന്ന് KNM-ന്റെ സംസ്ഥാന അധ്യക്ഷന് അവസാന ഘട്ടത്തിൽ തൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ബോധ്യപ്പെട്ടു. സത്യത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉറുക്കുണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടതാ. ഉറുക്ക് ഷിർക്കാണ്, അദ്ദേഹം മുശ്രിക്കാണ് അവരുടെ ഭാഷയിൽ. ഈ മുശ്രിക്കായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകണമെന്ന് പറഞ്ഞാൽ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സലഫി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ യാതൊരു വിശ്വാസവും സാധാരണക്കാർക്ക് മാത്രമല്ല നേതാവിന് സംസ്ഥാന അധ്യക്ഷന് പോലുമില്ല. എന്നല്ല, എൻ്റെ ആഹാരം രക്ഷപ്പെടണമെങ്കിൽ സത്യസന്ധൻ തങ്ങളാണ്. തങ്ങൾ ഷിർക്കല്ല ചെയ്യുന്നത്, സുന്നത്ത് ജമാഅത്താണ് സത്യത്തിൽ യാഥാർത്ഥ്യം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് മയ്യിത്ത് നിസ്കരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചു. മുസ്ലിം ലീഗിൻ്റെ നേതാവായ തങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ മരിച്ചാൽ പോകേണ്ടി വരും, മയ്യിത്ത് നിസ്കരിക്കേണ്ടി വരും. പക്ഷേ അവിടെ നിങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തിയതാ ഞങ്ങൾ പത്രത്തിൽ കണ്ടല്ലോ. പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർകളെയാണ്. ഞാൻ ചോദിക്കട്ടെ, തങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇന്ന് ചെന്ന് നോക്ക്, വേണ്ട ഇന്ന് തങ്ങളിൽ അടുത്ത ചൊവ്വാഴ്ച ചെന്ന് നോക്കി, ഒരു 10 മിനിറ്റ് നിന്ന് നോക്കി, തങ്ങൾ ഉറുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഉറുക്ക് ഷിർക്കല്ലേ? ഈ ഷിർക്ക് ചെയ്യുന്ന തങ്ങൾ മുശ്രിക്കല്ലേ? മുശ്രിക്കായ തങ്ങളെ നിങ്ങൾ എന്തിനു മയ്യിത്ത് നിസ്കാരത്തിൽ നിർത്തി? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശ ശൂന്യതയാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. തങ്ങൾ നിസ്കരിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല, തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചാൽ, തങ്ങൾ സലാം ചൊല്ലിയാൽ അതൊക്കെ കൃത്യമായ അതിൻ്റെ മസ്അലകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൂർവിക പാരമ്പര്യമുണ്ട്. ഒരു പ്രതിബന്ധം പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മസ്അല ഒന്നും ബാധകല്ല. കരിങ്കലത്താണ് ഏതോ ഒരു പള്ളിയിൽ മുജാഹിദും ജമാഅത്തും കമ്മിറ്റിയിലുണ്ട്. ഒരു കരിങ്കലത്താണെങ്കിൽ മാത്രമല്ല, പ്രത്യേക സാഹചര്യമുള്ള പല സ്ഥലത്തും ഒറ്റപ്പെട്ട മുജാഹിദുകളും ജമാഅത്തുകാരെയും പള്ളിയിൽ കമ്മിറ്റി കൂട്ടിയിട്ടുണ്ട്. അത് മഹലിൻ്റെ മസ്ലഹത്താ, മഹലിൻ്റെ പ്രത്യേക സാഹചര്യ. ഞാൻ ഇന്നും ഓർക്കുകയാണ്, ബഹുമാനനായ CH ഹൈദർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഓർക്കുകയാണ്, AP-ക്കാർ ഇങ്ങനെ പ്രശ്നം പറയാ, മുജാഹിദിൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല, മുജാഹിദിന് സലാം പറയാൻ പറ്റില്ല, മുജാഹിദിന് അങ്ങോട്ടാക്കാൻ പറ്റില്ല, ഇങ്ങോട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഉസ്താദ് നമ്മൾ എന്താണെന്ന് മറുപടി പറയാൻ? ഉസ്താദ് പറഞ്ഞു, മോനെ നമ്മളൊരു മഹലിലൊക്കെ അധിക മഹലിൽ 1, 2, 3 മുജാഹിദിൻ്റെ വീട്ടുകാരുണ്ട്. ഒരു നമ്മളെ പള്ളിക്ക് വരിസംഖ്യ തരും, നമ്മളെ പള്ളിക്ക് നിസ്കാരത്തിനും വരും, നമ്മളെ പള്ളിയിലെ ജമാഅത്തിനും പങ്കെടുക്കും, നമ്മളെല്ലാ പരിപാടിയിലും കൂടും. നമ്മളെ പള്ളിയിലെ മുത്താലിമിന് ആ വീട്ടിൽ ചിലവുണ്ട്.
ആ വീട്ടിൽ ചെലവിനെല്ലുമ്പോൾ സലാം പറയില്ല എന്ന് അറിയണ്ടേ? അത് ഉഴുതിരില്ല, ഉഴുതിരിന് പ്രതിബന്ധമാണ്. അങ്ങനെ പ്രതിബന്ധമുള്ള സാഹചര്യത്തിൽ ഈ കറാഹത്ത് ബാധകമല്ല, കറാഹത്തില്ല എന്നതാണ് സത്യം. ഈ കാര്യം കൃത്യമായി വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രതിബന്ധമുണ്ടാകുമ്പോൾ നമ്മൾ സലാം പറയാറുണ്ട്. ഇപ്പോൾ ഒരു മന്ത്രി മുജാഹിദാ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിലുള്ള ആൾ മുജാഹിദാ, അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥ മുജാഹിദാ, നമ്മളൊരു കാര്യത്തിന് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ സലാം പറയേണ്ടി വരും. ഉദറാണത്, അദ്ദേഹത്തിന് കൂടെ ഇരിക്കേണ്ടി വരും. അതൊന്നും പറ്റില്ല എന്നുള്ള ഏപ്പിൻ്റെ നടക്കാത്ത പ്രായോഗികമല്ലാത്തൊരു സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ സ്വീകരിച്ചിട്ടില്ല. ആ സമീപനം നടപ്പാക്കിയിട്ടുമില്ല. കഴിഞ്ഞ 9.5 പതിറ്റാണ്ട് കാലത്തെ ചരിത്രമത. ഇത് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് സലാം ചെല്ലാൻ പാടില്ല എന്ന കറാഹത്താ, തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന കറാഹത്താ, സലാം മടക്കാൻ പാടില്ല എന്ന കറാഹത്താ. മടക്കുക ഇതൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ തുടർന്ന് നിസ്കരിച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്കുള്ള പ്രശ്നം ഇത്രേ ഉള്ളൂ. കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന കുഫുവല്ല, കൊഴിച്ച് കൊടുത്താൽ സ്വഹീഹാവും, ഒഴിവാക്കുന്നത് നല്ലത്. ഇതൊക്കെയാണ് മസ്അല. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളത് ക്ലിയർ. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമിക്കാർ, അവർ കേരളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സുന്നിൻ്റെ സകലമാന പള്ളികളോ ഒരു ഇമാമിനെ നിസ്കരിക്കുന്നില്ലേ? ഞങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഞങ്ങൾക്ക് മസ്അലയിൽ ഒരു കറാഹത്ത് വരുമെന്നാണ്. നിങ്ങൾ തുടർന്ന് നിസ്കരിച്ചാൽ കേരളത്തിലെ ഒട്ടനവധി മഹല്ലുകളിൽ മുജാഹിദ് പള്ളി സ്വന്തമില്ല, ജമാഅത്തുകാർക്ക് സ്വന്തം പള്ളിയില്ല. ഞങ്ങളെ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചാൽ ഇമാം കുഫ്റല്ല ചെയ്യുന്നത്, ഷിർക്കല്ല ചെയ്യുന്നത്. ഇമാം മൗലൂദ് ഓതിയിട്ടല്ലേ വരുന്നത്? ഇമാം ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്? ഇമാം ഇന്നലെ രാത്രി കുത്തുബിയത്തിന് പങ്കെടുത്ത ആളല്ലേ? ആൾ മുശ്രിക്കല്ലേ? ഈ മുശ്രിക്കൽ തുടർന്ന് നിസ്കരിച്ചാൽ സ്വഹീഹാവും എന്ന് ഏത് കിതാബിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അന്തസ്സുണ്ടെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ വിമർശനത്തിന് ശരങ്ങൾ ഉയർക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യത്തിന് മറുപടി പറയണം. ഒരു മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ അമുസ്ലിമായ ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാവുമെന്ന് ഏത് ഖുർആനിലാണ്, ഏത് ഹദീസിലാണുള്ളത്? വിമർശകർ തെളിയിക്കട്ടെ. ഞാൻ രണ്ടാമതായി ചോദിക്കട്ടെ, നിങ്ങൾ അനന്തരാവകാശം എടുക്കുന്നില്ലേ പിതാവായ സുന്നിൻ്റെ? പിതാവ് അധിക മുജാഹിദിൻ്റെ വാപ്പ സുന്നിയല്ലേ? അധിക ജമാഅത്തുകാരൻ്റെയും വാപ്പ സുന്നിയല്ലേ? ഈ സുന്നിയായ വാപ്പ മുശ്രിക്കല്ലേ? മുശ്രിക്കിൻ്റെ അനന്തരാവകാശം മുസ്ലിമിന് കിട്ടുമോ? കിട്ടൂലല്ലോ. ഇസ്ലാമിൽ ഒരു വകുപ്പില്ല, ഒരു ചാൻസും ഇല്ലല്ലോ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിദഅത്തുകാരൻ, ഒരു സലഫി അല്ലെങ്കിൽ ഒരു ജമാഅത്തുകാരൻ, എടാ എൻ്റെ ഉപ്പ മുജാഹിദായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഉപ്പ മുശ്രിക്കായി പാവം മരിച്ചുപോയി, എനിക്ക് നീ അനന്തരാവകാശം എടുക്കാൻ മുസ്ലിമിൻ്റെ പറ്റുള്ളൂ, ഉപ്പ മുസ്ലിം അല്ലല്ലോ, ഉപ്പ മുശ്രിക്കാണല്ലോ എന്ന് പറഞ്ഞ് കേരളത്തിൽ 1,00,000 പരം മുജാഹിദുണ്ട് എന്നല്ല നിങ്ങൾ പറയുന്നത്? ഈ 1,00,000 പരം മുജാഹിദിന് ഒരൊറ്റ മുജാഹിദിൻ്റെ പേര്, അഡ്രസ്സ് നിങ്ങൾ പറയുമോ? വാപ്പ സുന്നിയായതിൻ്റെ പേരിൽ അനന്തരാവകാശം എടുക്കാൻ പറ്റില്ലെന്ന മസല അനുസരിച്ച് അനന്തരാവകാശം ഒഴിവാക്കിയ ഒരു സാമ്പിൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നിങ്ങളാണ് മറുപടി പറയേണ്ടത്. നിങ്ങളാണ് പ്രതിസന്ധിയിലാകുക. ഞങ്ങൾക്ക് പ്രതിസന്ധിയില്ല. മാത്രമല്ല, ഞാൻ മൂന്നാമത് പറയട്ടെ, നിങ്ങൾ ഈ അങ്ങാടി നിന്ന് ഇറച്ചി വാങ്ങി കഴിക്കുന്ന ആളുകളല്ലേ? ആടിന് അറുക്കുന്ന ആരാണ്? പോത്തിന് അറുക്കുന്ന ആരാണ്? എല്ലാ ആഴ്ചയും മിനിമം വെള്ളിയാഴ്ചയെങ്കിലും മുസ്ലിമുകൾ ഇറച്ചി വാങ്ങി കഴിക്കൂലേ? ഈ അറുക്കുന്ന ആളുകൾ മുഴുവൻ സുന്നികളാണ്. സുന്യ എന്ന് പറഞ്ഞ പോലെ കട്ട സുന്യ. കാരണം മിക്കവാറും പള്ളിത്തെ മുക്രിമാരാണ് അറിവർത്തുന്നത്. സുബഹിക്ക് പോയിട്ട് പള്ളിത്തെ മുസ്ലിം അത്ര തന്നെ മുശ്രിക്കല്ല. കാരണം കുത്തുബിയത്തിന് പോയാൽ പള്ളിത്തെ മുസ്ലിമാർക്ക് മുദരിസിനുണ്ട്, ദർസുണ്ട്. മൂപ്പർ അൽഫാത്തിഹ ഫാത്തിഹ കോതി ദുആ ചെയ്ത് തുടങ്ങിയാണ് മൂപ്പരിന് പോരും. ബാക്കി സകലമാന കുത്തുബിയത്തും ചൊല്ലിത്തീർക്ക് നേതൃത്വം കൊടുക്കാരാ? മുക്രിയാണ്. ആരാണ് ഉറുക്കുന്നത്? മുക്രിയാണ്. പണക്കടത്തങ്ങൾ കുറിച്ചു കൊടുക്കുക ചെയ്യുക, അതേമാതിരി എഴുതി പ്ലേറ്റിൽ എഴുതി കൊടുക്കുന്ന ആരാണ്? മുക്രിയാണ്. അങ്ങനത്തെ 1-ാം നമ്പർ മുശ്രിക്കാണ് എല്ലാ മഹല്ലുകളിലും അറിവ് നടത്തുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു ജമാഅത്ത് പ്രവർത്തകൻ ഇതായി അറുത്ത ഇറച്ചി നജസാണ്, മുശ്രിക്ക് അറുത്താൽ നജസാണ് എന്നാണ് ഖുർആൻ പറയുന്നത്, സുന്നത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ ഇറച്ചി എനിക്ക് പറ്റില്ല, ഞാൻ തൽക്കാലം കോഴി വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറച്ചി നിരാകരിച്ച സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് എന്ത് ന്യായം പറയാനുണ്ട്? അല്ല, മുശ്രിക്കറുത്ത ഇറച്ചി നജസല്ല എന്ന് ഖുർആനോ ഹദീസിനോ തെളിവ് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട ദുരാരോപണങ്ങൾ ധാരാളം ഉന്നയിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്താനുള്ള വിഫലശ്രമം നടത്തി ചില ആളുകൾ പറയാണ്, ഹമീദ് ഫൈസിയെ കുറിച്ച് കുറേ ക്ലിപ്പുകളുണ്ട്, മുജാഹിദിൽ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പുറത്തെടുക്കാൻ പ്രശ്നമാക്കേണ്ട, പുറത്തെടുക്കും, വേണ്ടി വന്നാൽ പുറത്തെടുക്കും. ഞാൻ പറയട്ടെ, അന്തസ്സായി ചുളി നീർന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എനിക്കെതിരായ ക്ലിപ്പിങ്ങുകൾ, ഞാൻ സുന്നത്ത് ജമാഅത്തിനെതിരായി ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകനോട് അവിടെ തന്നെ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ക്ലിപ്പിൻ്റെ ശകലമുണ്ടെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, അതല്ലാത്ത എന്ത് ക്ലിപ്പുകളോ എന്ത് ഉദാഹരണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടുവരാൻ, പുറത്തുവിടാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ പെർമിഷനും തരുന്നു എന്ന് ആധികാരികമായി ഞാൻ പറയുകയാണ്. നിങ്ങൾ പേടിപ്പിക്കണോ? പേടിപ്പിക്കൽ നടക്കൂല. വേറെ ചില ആളുകൾ പറയുന്നത്, ഞാൻ എ പിക്കാരുമായുള്ള അണ്ടർസ്റ്റാൻഡ് അടിസ്ഥാനത്തിലാണ് പറയുന്നത്.
അതൊന്നും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കിടയിൽ വിലപ്പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ആദർശ പാഠശാലയുമായി ആദർശത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി പഠിപ്പിച്ചു കൊടുത്ത് രാജ്യത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരായി യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മുടെ പ്രവർത്തകരെയും ഒപ്പം മറ്റുള്ളവരും പരിവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇവരെ വിശ്വസിച്ച് ബിദ്അത്തിനെതിരെ പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഓ അബ്ദുള്ളയാണ് ഒന്ന് വലിയ പ്രശ്നക്കാരൻ. അയാളെ ജ്യേഷ്ഠൻ ഓ അബ്ദുറഹ്മാനാ. അയാൾ ഈ കഴിഞ്ഞ വർഷമാണ് ഇസ്ലാമിലെ അനന്തരാവകാശം പൊളിച്ചെഴുതണം. കാരണം പെണ്ണുങ്ങൾക്ക് പകുതി കൊടുത്താൽ പറയും പ്രവാചകന്റെ കാലത്തൊക്കെ ഇപ്പം അത് ഫുള്ളാക്കണമെന്ന്. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ജമാഅത്തിനെ നിങ്ങൾ പറയാതിരിക്കേണ്ടത്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ മിനിഞ്ഞാന്നും ഇതാ IS-ന്റെ കൂട്ടത്തിൽ കൂടി ഡ്രോൺ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു. ഈ IS-ലേക്ക് പറഞ്ഞയക്കുന്ന തീവ്രവാദ ചിന്ത ഖുർആനും ഹദീസും സ്വതന്ത്രമായി വ്യാഖ്യാനിച്ച് കണ്ടെത്തി ഭീകരവാദികളാക്കി മുസ്ലിങ്ങളെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ അപകടത്തിന് നിങ്ങൾ മൗനം പാലിക്കണോ? നിങ്ങൾ പറ. ഖുർആൻ മാത്രമായി തെളിവുള്ളൂ, ബുഖാരിയുടെ മുഴുവൻ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് ഹദീസിൽ നിഷേധിച്ചുകൊണ്ട് ഈ കൃത്യമായി ചേകനൂരിസത്തിലേക്ക് പോകുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ നിങ്ങൾ തടഞ്ഞു നിർത്തേണ്ട കാര്യം പറയട്ടെ. എന്ത് പറഞ്ഞാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ 9.5 പതിറ്റാണ്ട് കാലത്തെ മാറ്റമില്ലാത്ത ആദർശമായി, തിളക്കമാർന്ന ആദർശമായി സാധാരണക്കാർക്ക് പോലും പഠിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുന്നി യുവജന സംഘം മുന്നോട്ട് പോകും. ആർക്കും എതിർക്കാനും ആർക്കും തടയാനും സാധിക്കില്ല.